കോഴിക്കാഷ്ടവുമായി വത്തക്കത്തോട്ടത്തിലോട്ടൊരു യാത്ര. അതൊരു വല്ലാത്തൊരു അനുഭവമാണ് അല്ലേ ഭായി? വല്ലാത്തൊരു യാത്ര. ഹലോ കൊണ്ട് സമയം നമുക്ക് തികയാത്തത് കൊണ്ട് നമുക്ക് ഡ്രിപ്പ് വല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. പൈസ നോക്കിയില്ല. ഏതായാലും ഡ്രിപ്പ് ഇട്ടു, മൊത്തമായിട്ട് ഡ്രിപ്പ് ഇട്ടു. ഈ ഏരിയ മൊത്തം നമ്മൾ ഡ്രിപ്പ് ഇട്ടു. അതുപോലെ തന്നെ ചീരക്കും നമ്മൾ ഡ്രിപ്പ് ഇട്ടു. ഇനി എല്ലാം നമ്മൾ ഡ്രിപ്പും പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷികൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ വത്തക്കത്തോട്ടത്തിൽ വളമിടുകയാണ്. അതുപോലെ തന്നെ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഡ്രിപ്പ് ഇട്ട് നമ്മൾ നന തുടങ്ങിയിട്ടുണ്ട്. ബായി മിക്കവാറും കോഴിക്കഷ്ടം കൊണ്ടൊരു യാത്ര നടത്തും മിക്കവാറും. ബായ് അച്ഛേ വൾട്ടിക്കാച്ചായി. അപ്പോൾ കോഴിക്കാഷ്ടം ഞാൻ ഇവിടെ കൊടുന്നിട്ടു. ഞാൻ കൊടുന്നിടേണ്ട പണി എനിക്കാണ്. പിന്നെ മൂപ്പര് ഇത് എല്ലാ രീതിയിൽ ഇതുപോലെ കോഴിക്കാഷ്ടം മൊത്തം ബെഡിൽ നിറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം പുതിയൊരു പരീക്ഷണം, പുതിയൊരു വെറൈറ്റിയും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ വത്തക്കത്തോട്ടത്തിൽ ഒരു ബെഡിൽ നമ്മൾ 2 തരത്തിലുള്ള വത്തക്കകളാണ് നമ്മൾ ഇതിൽ കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ പച്ചക്കറി ഏകദേശം നമ്മൾ ഹാർവെസ്റ്റിങ് തുടങ്ങി. ജർജീറിന് ഒരുപാട് ആൾക്കാർക്ക് ഓർഡർ ഉണ്ടായിരുന്നു. ജർജീർ ഇപ്പോൾ ഏകദേശം ഇവിടെ കഴിഞ്ഞ് തുടങ്ങിയതാണ്. ഈ ഒരു ഭാഗം കഴിഞ്ഞ് തുടങ്ങി, ആ ഒരു ഭാഗത്ത് ഇട്ട് തുടങ്ങി. പിന്നെ നമ്മൾ വത്തക്ക നമ്മൾ ഇപ്രാവശ്യം ഒരുപാട് വത്തക്ക നമ്മൾ ഉദ്യാനപാതിയിൽ നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ വത്തക്ക ഇട്ടു. അതുപോലെ തന്നെ മത്തന് എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ട്. യെല്ലോ വത്തക്ക ഇട്ടിട്ടുണ്ട്, നമ്മളെ സാധാ ഇറാനി ഇട്ടിട്ടുണ്ട്, നമ്മളെ സാധാ വത്തക്ക ഇട്ടിട്ടുണ്ട്. വത്തക്കളൊക്കെ ഏകദേശം വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ മഞ്ഞ വത്തക്കയും പിന്നെ അതുപോലെ തന്നെ സാധാ വത്തക്കയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് റമദാൻ പ്രമാണിച്ച് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാനുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് കമൻറ്റും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നല്ല രീതിയിൽ പിന്നെ മണ്ണ് നല്ല രീതിയിൽ ഇളക്കി മറിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബെഡ് കെട്ടുമ്പോൾ ഫസ്റ്റ് അടിവളം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഡ്രിപ്പ് വലിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇപ്രാവശ്യം 2 ട്രിപ്പാണ് ഈ ഒരു ഏരിയയിൽ ഇട്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇവിടെ ഒരു തയ്യും അങ്ങനെ 1/2 മീറ്റർ ഡിസ്റ്റൻസിൽ അങ്ങനെ തൈകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല നനയും നമ്മൾ കൊടുക്കുന്നുണ്ട്. കണ്ട വെള്ളം അങ്ങനെ എപ്പോഴും ഡ്രോപ്പ് ചെയ്ത് കൊണ്ട് കണ്ടില്ലേ, ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഷീറ്റ് വിരിച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റ് വിരിക്കും. 2 അടിൻ്റെ ഷീറ്റാണ് നമ്മൾ ഇപ്രാവശ്യം ഇട്ടിട്ടുള്ളത്. കണ്ട അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 അടിൻ്റെ ഷീറ്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഈ ഭാഗം മൊത്തം കവർ ചെയ്യണമെങ്കിൽ. പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത് 4 മീറ്റർ ഡിസ്റ്റൻസാണ്. 2 ബെഡും കൂടി തമ്മിൽ 4 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിവിടെ ബെഡിന് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇതിനിടയിൽ ഒരുപാട് കളകളൊക്കെ ഉണ്ട്. ഷീറ്റ് വരുമ്പോൾ മിക്കവാറും കളകളെല്ലാം സെറ്റാവും. ഈ ഒരു ഭാഗത്ത് ചായ ഇട്ട് കൊണ്ട് നിൽക്കുന്നുണ്ട്. ചായ എന്ന് പറയുകയാണെങ്കിൽ കോഴിക്കാഷ്ടം ഒരു ചായ എന്നാ പറയുക അല്ലേ ഭായി? പൾട്ടി ചായ. പൾട്ടി ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബെഡ് ഇവിടെ ഏകദേശം വിട്ട് കഴിഞ്ഞു. ഇനി കോഴിക്കാഷ്ടം ഇനി കൊണ്ടുവരാനുണ്ട്. വത്തക്കയും കാര്യങ്ങളൊക്കെ ഏകദേശം നോമ്പിൻ്റെ മുന്നേ ആകുമ്പോഴത്തേന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. തൈകൾ ഏകദേശം മുകളിൽ നമ്മൾ തൈകൾ വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മൾ തൈകൾ നടും. കാരണം വെച്ചാൽ അടിവളം നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ തൈകൾ നടാം. പിന്നെ മണ്ണ് ഒരുക്കേണ്ടതിന് മുന്നേ ട്രാക്ടർ പൂട്ടിന് മുന്നേ നമ്മൾ ഈ ഒരു 1.5 ഏക്കർ മൊത്തം നമ്മൾ പിന്നെ കുമ്മായ ഇട്ടുകൊണ്ട് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2-3 പൂട്ടിൽ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് പൊടിയായി കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളത് ഇത്രയും കളകൾ നമുക്ക് ഒഴിവായി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കളയുടെ ശല്യം കുറേ ഒഴിവായി കിട്ടും. പിന്നെ ചെറിയ രീതിയിലുള്ള കളകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാകും. അത് പിന്നെ നമ്മൾ ട്രാക്ടർ കൊണ്ട് ഇതിൻ്റെ ഇടയിൽ 4 മീറ്റർ ഉണ്ടല്ലോ, അതിനിടയിൽ വള്ളി വീശുന്നതിന് മുന്നേ നമ്മൾ ട്രാക്ടർ കൊണ്ട് ഒന്നാണ് സെറ്റാക്കി കൊടുക്കും. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ. ഏതായാലും പുതുപുത്തൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരാണ്ട് ഒരു അടിപൊളി കൃഷി രീതി തന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ കൃഷിയുടെ ഒരു വിപ്ലവം തന്നെ നമ്മളിവിടെ സൃഷ്ടിക്കും. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിട്ടാണ് നമ്മളിപ്പോൾ ഈ രീതിയിലൊക്കെ കൃഷി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ഒരുപാട് ആൾക്കാർ ജർജീറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജർജീർ ആയി തുടങ്ങി, ഒരുപാട് സെയിൽ ചെയ്തു. ഈ 3 ചാലുണ്ടായിരുന്നു, തീർന്നു. ഇനി ഈ ഒരു ചാലും കൂടി ഉണ്ട്, അത് തീരും. പിന്നെ നമ്മളവിടെ ചീരയും ജർജീറും എല്ലാം ആയിട്ട് ഒരുപാട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു 50 സെൻറ്റോളം നമ്മൾ ചീരയും ജർജീറുമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ഏക്കർ ജർജീറിനായിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലം നെല്ല് കൊയ്തതിൻ്റെ ശേഷം നമുക്കിനി അത് മാറ്റണം. ഈ ഭാഗം മൊത്തം നമ്മൾ സൂര്യകാന്തി നട്ടിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ സൂര്യകാന്തികളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മെയിനായിട്ട് സൂര്യകാന്തി കൃഷി ചെയ്യാനുള്ള കാരണം നമുക്ക് ഒരുപാട് കീടശല്യം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെണ്ടുമല്ലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബംഗാളിലെ ഒരു അടിപൊളി ഇലവർഗ്ഗമാണ് ഇത് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഉണ്ടാവണം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഏകദേശം പയറുകളൊക്കെ നമ്മളിവിടെ കൃഷി ചെയ്തു. ഇനി ഇതാ ഇതിൽ ജർജീർ ഇട്ടിട്ടുണ്ട്. ഈ തല മുതൽ ആ തല വരെ ജർജീറാണ്. 30 മീറ്ററോളം ജർജീറിൻ്റെ ചാലാണ്. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തത് ഡ്രിപ്പാണ് ഇപ്രാവശ്യം മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് സമയം ചിലവ് കൊണ്ട് സമയം നമുക്ക് തികയാത്തത് കൊണ്ട് നമുക്ക് ഡ്രിപ്പ് വല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. പൈസ നോക്കിയില്ല, ഏതായാലും ഡ്രിപ്പ് ഇട്ടു. മൊത്തമായിട്ട് ഡ്രിപ്പ് ഇട്ടു. ഈ ഏരിയ മൊത്തം നമ്മൾ ഡ്രിപ്പ് ഇട്ടു. അതുപോലെ തന്നെ ചീരക്കും നമ്മൾ ഡ്രിപ്പ് ഇട്ടു. ഇനി എല്ലാം നമ്മൾ ഡ്രിപ്പും പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷികൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്കിനി ഇതിൻ്റെ പിന്നാലെ ഓടി നനച്ച് ഇതൊക്കെ നനക്കണമെങ്കിൽ ഏകദേശം ഒരു അര ദിവസമെങ്കിലും വേണ്ടി വരും. കാരണം വെച്ചാൽ രാവിലെ നന തുടങ്ങി ഉച്ച വരെ ആവും നമുക്ക് നന തൊട്ട് കഴിഞ്ഞ് കയറണമെങ്കിൽ. അപ്പോൾ നമ്മൾ എല്ലാം ഡ്രിപ്പാക്കണം. അതുപോലെ തന്നെ പുതിയ ഏരിയകൾ നമ്മൾ തന്നെ കൈകൊണ്ട് തന്നെ നമ്മൾ മൊത്തം ബെഡുകളൊക്കെ നിർമ്മിക്കുകയാണ്. ഒന്നും മെഷീൻ നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു ഏരിയ ഉണ്ട്, അതിൽ നമ്മൾ കുറച്ച് മെഷീൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഒരു ഏക്കർ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ നമ്മൾ പാടത്ത് പണിയെടുക്കും. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇലകളും നമ്മൾ കടയിലോട്ട് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് കടയിലോട്ട് കയറ്റും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പിന്നെ രാത്രി നമ്മൾ പണിയെടുക്കുന്നത്, രാത്രി എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 6 മണി മുതൽ ഏകദേശം 11 മണി വരെ നമ്മൾ ഈ തോട്ടത്തിൽ നമ്മൾ പണിയെടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഈ ഏരിയ മൊത്തം നമ്മൾ മത്തൻ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാ മത്തന് ഇലക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചിരങ്ങ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. കക്കരിക്ക, കുക്കുമ്പ്, സകല സാധനം നോക്കിയില്ല, മൊത്തം കൃഷി ചെയ്തു. അല്ല പിന്നെ നമ്മളെ കടിക്കുള്ള എല്ലാ സാധനം വേണ്ടേ. അയ്യവാ പിന്നെ കക്കരിക്ക ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു കക്കരിക്ക കഴിഞ്ഞു തുടങ്ങി, അടുത്തതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കക്കരിക്ക ഒരുപാട് തൂങ്ങിക്കേണ്ടിയില്ല. ഇതൊക്കെ കക്കരിക്കകളാണ്. നല്ല സൂപ്പർ കക്കരിക്ക. വേണ്ട കക്കരിക്ക ഫ്രഷ് ആയിട്ട് ഇതിൽ കട്ട് ചെയ്യുക, ഒന്നുമില്ല നോക്കണ്ട, കഴുകൊന്നും വേണ്ട. കാരണം പക്ഷേ നമ്മൾ ഇതിപ്പോൾ കെമിക്കൽ എടുക്കണില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു പിടിച്ചതാ. ഇതൊക്കെ കക്കരിക്കന് ഞാനും ബായും ഇതന്നെ പരിപാടി. നമുക്ക് ഒഴിവ് കിട്ടിയ കക്കരിക്കൊന്നും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഭയങ്കര രസമുള്ള കാര്യം അറിയാം, കക്കരിക്കും ജർജറും എൻ്റെ പൊന്നാര മക്കളാണ്. അത് വേറൊരു കോമ്പിനേഷൻ തന്നെ കേട്ടോ. ഫുഡിൽ ജർജർ, ഇതാണ് ജർജർ എന്ന സാധനം. കണ്ടില്ലേ, ഇതിങ്ങനെ കഴിക്കുക. നമ്മൾ തോട്ടത്തിൽ നിന്ന് വെട്ടിയെടുത്ത് കഴിക്കുക കേട്ടോ. യാതൊരു കെമിക്കലും നമ്മൾ ചേർക്കില്ല. കാരണം വെച്ചാൽ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പച്ചക്കന്നെ കഴിക്കുന്നുണ്ട്. ചെറിയ കുത്തൊക്കെ ഉണ്ടാവും, അത് വിഷയമുള്ള കാര്യമില്ല. കാരണം വെച്ചാൽ കെമിക്കൽ അടിക്കണമെങ്കിൽ നല്ല വൃത്തി കഴിക്കാറ്. പക്ഷേ നമുക്ക് ആ വൃത്തി വേണ്ട, നമ്മളെ കസ്റ്റമറിനും വൃത്തിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ നല്ല സാധനം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ കഴിക്കുമ്പോൾ എരിവും പുളിവൊക്കെ ഉണ്ട്. എൻ്റെ ഒക്കെ ചുമ, പക്ഷേ ഇതും കൂടി മിക്സ് ആക്കുമ്പോണ്ടല്ലോ ഇതിക്ക് ഇത്തിരി നാരയും കൂടിയും കിട്ടിയാണ്ടല്ലോ പൊളിച്ചെടുക്കും. പിന്നെ ഇത് ഉണ്ടാക്കേണ്ട രീതി ഞാൻ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്, ആ രീതി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെള്ളരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വെള്ളരിക്ക ഉണ്ടാക്കിയിട്ടില്ല ചോദിച്ചിരുന്നു കമൻറ്റിൽ. വെള്ളരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ പാകത്തിനനുസരിച്ചുള്ള വെള്ളരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇതാ നമ്മളെ സീസൺ കൃഷിയായ എന്തായാലും പറഞ്ഞാൽ കോളിഫ്ലവർ, ക്യാബേജ് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. പൂവായി വരുന്നേ ഉള്ളൂ. നമ്മളിവിടെ ഏകദേശം സൂര്യകാന്തി ഇട്ടിരുന്നു കേട്ടോ. സൂര്യകാന്തി തത്ത വന്നിട്ട് മൊത്തം തൊലിച്ചു, ഈ കോലത്തിലാക്കി. തത്ത നല്ല അറ്റാക്ക് ചെയ്തു. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പിന്നെ സൂര്യകാന്തിൻ്റെ പൂവായിരുന്നു. പക്ഷെ നമുക്ക് പണി കിട്ടി, തത്ത നമുക്ക് പണി തന്നു. അവിടെ ആ മരത്തിൻ്റെ മുകളിൽ ഒരുപാട് തത്തകളുണ്ട്. അപ്പോൾ ആ തത്ത നമുക്ക് ഇട്ട് പണി തന്നു. നോക്കിയിട്ട് കാര്യമില്ല, തത്തി വേണ്ട ജീവിക്കാം. ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കണം. ഏതായാലും ജർജറിൻ്റെ എങ്ങനെയാണ് ജർജർ കഴിക്കേണ്ടതെന്നുള്ളൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു.